ഈ നട തുറന്നാലേ ദൈവം നമ്മളെ കാണും. ദൈവം എല്ലായിടത്തും ഉണ്ടെന്നല്ലേ പറയുന്നത്. ഈശാവാസ്യ ഉപനിഷത്ത് കേട്ടിട്ടുണ്ടോ? ഈശാവാസ്യം ഇതം സർവം. എല്ലായിടത്തും ദൈവമുണ്ട് അല്ലേ? എല്ലായിടത്തും ദൈവമുണ്ട്. അപ്പൊ നട തുറന്നില്ലെങ്കിലും ദൈവം നമ്മളെ കാണൂലേ? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നൂലേ. എന്തിനാ പിന്നെ നട തുറക്കാൻ കാത്തു നിൽക്കുന്നത്? ദൈവം നമ്മളെ കാണാനല്ല. നട തുറക്കാൻ കാത്തു നിൽക്കുന്നത് ആ ശ്രീകോവിൽ കത്തിച്ച വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം ഇങ്ങോട്ടേക്ക് ഏറ്റുവാങ്ങാനാ. കയ്യിലെ വിരൽ എങ്ങോട്ടാ ചൂണ്ടുന്നത്? ഇതല്ലേ പ്രധാന വിരല്, ഇതല്ലേ ലൈക്കടിക്കുന്ന വിരൽ, ഇതല്ലേ തള്ള വിരല്. ബാക്കി 4 മക്കളല്ലേ, ഇതല്ലേ തള്ള. നമ്മൾ പ്രധാനപ്പെട്ട വിരല് ദൈവത്തിനെ കൊള്ളേ അല്ലല്ലോ ചൂണ്ടുന്ന, ഇങ്ങോട്ടല്ലേ. ഇവിടെയാണ്. ഇവിടുന്ന് ഒരു കണക്ഷൻ കൊടുക്കണം ഇങ്ങോട്ടേക്ക്. അതാ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആക്കുന്നില്ലേ? മേലേക്കാവിലും താഴേക്കാവിലുള്ള ആൾ ഇവിടെയാ. ഈ ഹൃദയത്തിലും മനസ്സിലുമാണ് വെളിച്ചം വേണ്ടത്. മനസ്സിലും ഹൃദയത്തിലും. എന്നിട്ട് പ്രസാദം വാങ്ങുന്നില്ലേ? പ്രസാദം വാങ്ങിയിട്ട് അതിൽ നെറ്റിയിൽ തൊടുന്നതിന് മുമ്പ് എന്താ അതിൽ ചാലിച്ചു ചേർക്കുന്ന? പ്രസാദത്തിൽ ചാലിച്ചു ചേർക്കുന്നത് തീർത്ഥക്കുളത്തിലെ മണിക്കിണറിലെ തീർത്ഥജലമാണ് ചാലിക്കുക അല്ലേ? അല്ല, അതിൽ ചേർക്കേണ്ടത് എന്താണ്? പ്രസാദത്തിൽ ചാലിക്കേണ്ടത് എന്താണെന്ന് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരോടും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ പറഞ്ഞതാ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? ഈ സംക്രമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. ശബരിമലയിൽ തങ്ക സൂര്യോദയം. അടുത്ത വരി എന്താ? നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ചേ നെറ്റിയിലിട്ട്. ഈ നെറ്റിയിൽ പ്രസാദം ഇടുന്നത് നെഞ്ചിലെ വെളിച്ചമില്ലേ? എന്റെ നന്മ, എന്റെ വിദ്യ, എന്റെ അറിവ്, ആ വെളിച്ചം എടുത്തിട്ട് പ്രസാദത്തിൽ ചാലിച്ച് നെറ്റിയിലിട്ടാൽ, നെറ്റിയിലും ചന്ദനമോ ഭസ്മമോ പൂശിയാൽ എന്താ ഇതിന്റെ അർത്ഥം എന്നറിയാവോ? എന്താ ഇതിന്റെ അർത്ഥം? എന്റെ ചിന്തകളിൽ പ്രകാശമുണ്ട് എന്ന. ഒരു ദുഷ്ടചിന്ത എന്റെ തലയിൽ ഇല്ലെന്ന ഇത് തൊട്ടാൽ. അഥവാ ഇത് തൊട്ടതിന് ശേഷം എന്തെങ്കിലും ഒരു ദുഷ്ടചിന്ത തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളിത് നെറ്റിയിൽ ചന്ദനം തൊട്ട് ഭസ്മം തൊട്ട് വരുമ്പോ ഒരുത്തന്റെ ബാഗ് വീണുപോയി, പേഴ്സ് വീണുപോയി. അപ്പൊ അത് നിങ്ങൾക്ക് എടുക്കണം. അപ്പൊ മെല്ലെ പോട്ടെ, കാത്തു നിൽക്കുക. അത് എടുക്കുന്നതിന് മുമ്പ് ഇത് വായിച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ. കാരണം ഇത് ദൈവത്തെ അപമാനിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ദുഷ്ടത ഇല്ലെന്നാ ഇത് തൊട്ടാൽ. മനസ്സിലായോ? പിന്നെ ഇവിടെ തൊടൂലേ നെഞ്ചത്ത്, എന്റെ വികാരങ്ങളിൽ വെളിച്ചമുണ്ടെന്ന. ഞാനൊരു ദുഷ്ടവികാരവും ഇല്ല. അമ്പലത്തിൽ വന്ന് പ്രസാദവും വാങ്ങി നെറ്റിയിലും നെഞ്ചത്തും തൊട്ടിട്ട് വരുമ്പോ ഒരു പെണ്ണിനെ കണ്ട്. അപ്പൊ പെണ്ണിനെ കണ്ടപ്പോ പ്രഭാത ശീവേലി തൊഴുതു മടങ്ങുമ്പോൾ പ്രസാദം കരുതിയതാർക്കു വേണ്ടി. അഷ്ടപതി ഗാനം കേൾക്കുമ്പോൾ എൻ മനം ഇടയ്ക്കയായി തുടിക്കുന്നതാർക്കു വേണ്ടി എന്ന് പറഞ്ഞിട്ട് പ്രേമഗാനവും പാടിയിട്ട് പെണ്ണിന്റെ പിറകെ നടന്നാൽ ഇത് മായ്ച്ചിട്ടേ പ്രേമിക്കാവൂ. ദുഷ്ടമായ ഒരു വികാരവും ഉണ്ടാവരുത്. ഇനി കണ്ടത്തിൽ തൊടുമല്ലോ, കണ്ടത്തിൽ തൊട്ടാലോ ഒരു വാക്ക് പോലും വൃത്തികെട്ട വാക്കുണ്ടാവരുത്. മനസ്സിലായോ? ഈ കണ്ടത്തില് പ്രസാദം തൊട്ടാൽ നല്ലതല്ലാത്തൊരു വാക്ക് പോലും, ഈ കണ്ടത്തുനിന്നല്ലേ വാക്ക് പുറപ്പെടുന്നത്. ക് എന്ന് പറഞ്ഞാൽ എന്താ? തൊണ്ടയിൽ ഒച്ചയല്ലേ ക്. ക് എന്ന് പറയുന്നത് ഇടുന്ന തൊണ്ടേന്നല്ലേ. വാ എന്ന് പറഞ്ഞാൽ വായല്ലേ. വായിലൂടെ ക് പുറത്തു വരുമ്പോ വാക്ക്. പിടികിട്ടിയോ? വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? വായിലൂടെ വരുന്ന ക് ആണ് വാക്ക്. വാക്കുകളെല്ലാം ശുദ്ധമായിരിക്കണം. ഇനി ബാക്കിയുള്ള ചന്ദനവും ഭസ്മവും 2 കൈയിലും ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെയും ചേർക്കും. എന്തിനാ അത് ചേർക്കുന്നത്? എന്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പരിശുദ്ധമായിരിക്കണം. അപ്പൊ മനസാ വാച കർമ്മണ ഞാൻ ശുദ്ധനാണ്. ഇത് ശുദ്ധനാണെന്ന് ഉറപ്പുള്ളവനെയാണ് എന്ത് പറയാ?
ഭക്തൻ. അല്ലാതെ ചന്ദനം തൊട്ടവനല്ല ഭക്തൻ. ഇത് ഉള്ളിൽ വെളിച്ചമുണ്ടെന്ന്. പക്ഷേ മൃഗതൃഷ്ണ, ഇറച്ചിയും മീനും കൂട്ടുന്ന അല്ലെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സ്വാഭാവികമായ ശരീരം നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാവിൻ തുമ്പത്ത് ചിലപ്പോ തോന്നിയാസം വരും ഇല്ലേ? ചില ആളോട് പുറത്തു പറയില്ലെങ്കിൽ ചില ആൾ ഉള്ളിൽ മനസ്സുകൊണ്ട് തെറി പറയും അല്ലേ? ചിലപ്പോ നിങ്ങളെ തന്നെ തെറി പറയും. ഇന്ന് തെറ്റ് ചെയ്തു പോയാൽ ഞാനാന്ന് പറഞ്ഞ് എന്നെ തെറി പറയും. അപ്പൊ ഈ നാവിൻ തുമ്പത്ത് സരസ്വതിയെ പോലെ തന്നെ വികട സരസ്വതി ഉണ്ട്, തോന്നിയാസത്തിന്റെ സരസ്വതി ഉണ്ട് നാവിൻ തുമ്പത്ത്. ഈ സരസ്വതിയെ പുറത്തേക്ക് ചാടിക്കണമെങ്കിൽ മഹാപ്രാണം ഇങ്ങ് വരണം. ഈ മഹാപ്രാണം വന്നിട്ട് രായെ പുറത്തേക്ക് തള്ളുക. അതാണ് ഹരേ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹരേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഇനി രാമ എന്ന് പറഞ്ഞാലോ? എന്താ രാമൻ? ദശരഥന്റെയും കൗസല്യയുടെയും മകനായ രാമ എന്നല്ല അർത്ഥം. കാരണം രാമരാമാൻ ജപിച്ചത് ദശരഥന്റെയും കൗസല്യയുടെയും കഥ എഴുതുന്നതിന് മുമ്പ് വാൽമീകി അല്ലേ രാമരാമാന്ന് ആദ്യം ജപിച്ചത്. അന്ന് രാമായണം എഴുതിയിട്ടില്ല. പിന്നെ ഏതാ രാമൻ അറിയണം. ആ രാമൻ ഏതാന്നറിയാമോ? രാശബ്ദോച്ചാരണ മാത്രേണ മുഖാൻ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീദ്യാജ മകാരശ്ച കവാടവേൽ. രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു. പുറത്തുപോയ പാപങ്ങൾ തിരിച്ചകത്ത് കയറാതിരിക്കാൻ മാ എന്നു വായ പൂട്ടണം. രാമ രാമ ഹരേ രാമ ഹരേ രാമ. അർത്ഥം മനസ്സിലായോ? എന്തിനാ ഹരേ രാമ ജപിക്കുന്നതെന്ന് മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ വെളിച്ചം നിറക്കാനാണ്. ആ നമ്മുടെ ഉള്ളിൽ വെളിച്ചം നിറക്കുന്ന പ്രക്രിയയാണെന്ത്? ഭക്തി. അതുകൊണ്ട് ഈ ഭക്തി ഉള്ളിൽ കയറിയ പിന്നെ സഹ അവവതു, മനസ്സിൽ പ്രകാശമുണ്ടായ പിന്നെ അടുത്ത ശാന്തി മന്ത്രമാണ് എന്താ? ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹി തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹി. കേട്ടിട്ടില്ലേ ശാന്തി മന്ത്രം? എന്താ ഇതിന്റെ അർത്ഥം? സഹ അവവതു, ഒരുമിച്ചിരുന്നിട്ട് ചർച്ച ചെയ്ത് പഠിക്കണം. ഓരോ സഹ എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകർ ഒരുമിച്ച്. സഹ അവവതു, ചർച്ചയിലൂടെ. രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും എല്ലാം സഹ അവവതു ആണ്. അർജുന ഉവാച കൃഷ്ണ ഉവാച, അതല്ലേ ഭാഗവതം? അർജുനൻ ചോദിക്കുന്നു, കൃഷ്ണൻ മറുപടി പറയുന്നു, അതാ ഭാഗവതം. വൈശമ്പായന ഉവാച ജനമേജയ ഉവാച, അതാണ് മഹാഭാരതം. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഉപവിഷ്ടരായിട്ട് നിശേഷ സത്യത്തെ അന്വേഷിക്കുന്ന ഉപനിഷത്ത്. ഉപവിഷ്ടരാന്ന് പറഞ്ഞാൽ ഇരിക്കുക. ഇതിപ്പോ ഇവിടെ ഒരുപാട് ആൾ ഉപവിഷ്ടരല്ലേ അല്ലേ? നിലത്തിരിക്കാൻ പ്രയാസമുള്ളവർ കസേരമിലിരുന്നു എന്നല്ലേ ഉള്ളൂ. എല്ലാവരും ഉപവിഷ്ടരാണല്ലോ. അടുത്തിരുന്നിട്ട് നിശേഷ സത്ത് അന്വേഷിക്കണം. എന്താ നിശേഷ സത്ത്? സത്ത് പലതുണ്ട്. സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, സത്യല്ലേ? അല്ല, അത് നിശേഷ സത്യമല്ല, അത് ആപേക്ഷിക സത്യ. ഭൂമി കറങ്ങുന്നതുകൊണ്ട് തോന്നുന്ന സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല, അതവിടെ തന്നെ നിൽക്കുക. അത് സത്യമല്ല, അത് ആപേക്ഷിക സത്യ. ആത്യന്തിക സത്യമുണ്ട്. അസത്യങ്ങൾ, അർദ്ധസത്യങ്ങൾ, അപൂർണ സത്യങ്ങൾ, ആപേക്ഷിക സത്യങ്ങൾ. ഈ സത്യങ്ങളൊന്നും അല്ല, ആത്യന്തികമായൊരു സത്യമുണ്ട്. ആ സത്യത്തിലേക്കുള്ള യാത്രയാണ് നിശേഷ സത്യം. ഒരു ഉദാഹരണം പറയാം. രാത്രിയിൽ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോ ആകാശത്ത് 1,00,000 നക്ഷത്രങ്ങളില്ലേ രാത്രിയിൽ? എന്നിട്ടും ഇവിടെ എല്ലാം ബൾബിടണ്ടേ, ട്യൂബിടണ്ടേ, എന്നല്ലേ വെളിച്ചം കിട്ടൂ അല്ലേ? 1,00,000 നക്ഷത്രങ്ങൾ ഉണ്ടായിട്ട് എന്താ നമുക്ക് വെളിച്ചം കിട്ടുന്നുണ്ടോ? എന്നാ ഇപ്പോഴോ ഒറ്റ ബൾബും കത്തുന്നില്ലല്ലോ. ഉണ്ടോ? ഒരു ബൾബും കത്തുന്നില്ല. എന്തുകൊണ്ടാ? ഒറ്റ നക്ഷത്രമേ ഉള്ളൂ ആകാശത്ത്. ഒരൊറ്റ നക്ഷത്രം ഉണ്ടായിട്ട് ഇവിടെ ഒരു ബൾബും വേണ്ട, എല്ലായിടത്തും വെളിച്ചമാ. രാത്രിയിൽ 1,00,000 നക്ഷത്രങ്ങൾ ആകാശത്ത് കൊളുത്തി വെച്ചിട്ടും നമുക്ക് വെളിച്ചം കിട്ടുന്നില്ല. എന്തായിരിക്കും കാരണം? ഈ പകലത്തെ നക്ഷത്രം സത്യത്തിന് നമ്മൾ അടുത്താ, സൂര്യന്റെ അടുത്താ നമ്മള്. രാത്രിയത്തെ നക്ഷത്രങ്ങളിൽ നിന്ന് നമ്മൾ അകലെയാണ്. രാത്രിയിൽ നമ്മള് നക്ഷത്രങ്ങളിൽ നിന്ന് അകലെയാണ്. അതിനെക്കുറിച്ചും വയലാർ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ,
ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി, വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, 1000 ജാതികൾ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ എന്ന പാട്ടിലെ വരിയാണിത്. നിശേഷ സത്യത്തെ അന്വേഷിക്കലാണ് മനുഷ്യന്റെ ലക്ഷ്യം. അത് ഒറ്റക്കൊറ്റക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ചർച്ച ചെയ്യണം. അടുത്തിരുന്ന് ചർച്ച ചെയ്തിട്ട് നിശേഷ സത്യത്തെ പറ്റി ചർച്ച ചെയ്ത് ഉണ്ടാക്കിയതാണ് ഉപനിഷത്ത്. പിടികിട്ടിയോ? ഉപവിഷ്ടരായി നിസ്സത്ത് അന്വേഷിച്ചുണ്ടാക്കിയത് ഉപനിഷത്ത്. പിടികിട്ടിയില്ലേ സംഭവം എന്താന്ന്? ഉപനിഷത്ത് എന്താന്ന് മനസ്സിലായില്ലേ? അത് സഹ അവവധുവാണ്. ഇനി ചർച്ച ചെയ്താ പോരാ, ആ അറിവ് ഭുജിക്കണം. പഠിച്ചിട്ട് നമ്മൾ കമിഴ്ത്തി വെച്ച പാത്രത്തില് 1000 പാത്രം വെള്ളം ഒഴിച്ചിരുന്നോ കാര്യമുണ്ടോ? ഇല്ല. പഠിച്ചത് ഭുജിക്കണം. ഭുജിക്കണ്ടേ? നമ്മളെ കുട്ടികളെല്ലാം നല്ലോണം പഠിക്കുന്നുണ്ട്, പക്ഷെ ഭുജിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ പെട്ടെന്ന് ഉത്തരം പറയോ? പെട്ടെന്ന് ഉത്തരം പറയണം. തേനുണ്ടാക്കുന്ന ആരാ? തേനീച്ച അല്ലേ? തേനീച്ച ഇതുവരെ തേനുണ്ടാക്കിയിട്ടില്ല. തേനീച്ച ഇതുവരെ ഒരു തുള്ളി തേനുണ്ടാക്കിയിട്ടില്ല. തേനുണ്ടാക്കാൻ പൂക്കൾക്കേ കഴിയൂ. തേനീച്ച ആ തേൻ എടുത്ത് അവിടെ കൊണ്ടേ വെക്കുന്നല്ലേ ഉള്ളൂ, അല്ലേ? പക്ഷെ പൂക്കളിൽ ഒരുപാട് തേനുണ്ടായിട്ടും ആ പൂവിലെ എല്ലാ തേനും തേനീച്ച കുടിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ആ പൂവെല്ലാം പൊഴിഞ്ഞ് മണ്ണിൽ വീഴുമ്പോ മണ്ണിനെന്താ മധുരമില്ലാത്ത? കോടാനുകോടികളായി വർഷങ്ങളായിട്ട് പൂക്കളെല്ലാം മണ്ണിൽ വീണിട്ടും എന്തേ മണ്ണിന് മധുരമില്ല? ഏതൊരു ഭക്ഷണ സാധനം പോലെ തേന് 2 ദിവസം കൊണ്ട് കെട്ടുപോകും. അതുകൊണ്ടാ മണ്ണിന് മധുരമില്ലാത്തത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, നമുക്ക് കിട്ടുന്ന തേന് കെട്ടുപോകുന്നില്ലല്ലോ, ഏറെ കാലം നിൽക്കുന്നില്ലേ? അതെന്താ? അവിടെയാണ് തേനീച്ച പൂവിൽ നിന്ന് തേൻ എടുത്തിട്ട് അത് അപ്പാട് കൊണ്ടുപോയി തേൻവലയിൽ വെച്ചൊക്കെ കെട്ടുപോകും. തേനീച്ച അത് ഭുജിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, ദഹിപ്പിച്ചിട്ട് സ്വന്തം തേനാക്കിയിട്ടാ തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അതുകൊണ്ടാ തേൻ ഔഷധമാകുന്നത്. ആരാ തേനീച്ച എന്ന് മനസ്സിലായോ? നമ്മൾ തേനീച്ചകളാ. എന്താ തേന് എന്ന് മനസ്സിലായോ? നമ്മുടെ അറിവാണ് തേന്. എന്താ പൂവ് എന്ന് പറഞ്ഞ് മനസ്സിലായോ? പുസ്തകങ്ങളാണ് പൂവ്. പുസ്തകങ്ങളാകുന്ന പൂക്കളിൽ അറിവാകുന്ന തേന് നമ്മള് എടുത്തിട്ട് അപ്പാട് ഇവിടെ കൊണ്ടുപോയി വെച്ചാ കെട്ടുപോകും. എന്നാൽ അത് കുടിച്ച് ദഹിപ്പിച്ച് സ്വന്തം തേനാക്കുമ്പോ അത് ജ്ഞാനമായി മാറും. അതൊരിക്കലും നശിച്ചു പോകുന്നില്ല. നമ്മുടെ കുട്ടികള് എല്ലാം തേനീച്ചകളെ പോലെ കുടിക്കുന്നില്ല. അതെടുത്തിട്ട് ഇവിടെ കൊണ്ടേക്കുന്നു. 8ാം ക്ലാസ് കഴിഞ്ഞ് 9-ലെത്തുമ്പോ 8-ലെ പോയി, 9 കഴിഞ്ഞ് 10-ലെത്തുമ്പോ 9-ലെ പോയി, 10 കഴിഞ്ഞ് +1 ചേരുമ്പോ 10-ല് പോയി. എന്തിനാ പഠിക്കുന്നത്? പഠിച്ച കൊണ്ട് എന്താ കാര്യം? ഇത് ഇവിടെ നിൽക്കണ്ടേ? അതിന്റെ കാരണം സഹനവും ഭുനക്തും ഇല്ല. ക്ലാസ് റൂമുകൾ ഭുനക്തു ആവണം. ചർച്ച ചെയ്തിട്ട് പഠിക്കണം, കുടിക്കണം കുട്ടികൾ അറിവിനെ. ഒരുമിച്ചിരുന്ന് പഠിച്ചാ പോരാ, അത് ഭുജിക്കണം. എന്നിട്ട് ഭുജിച്ചിട്ടോ അതിനകത്തുള്ള സത്തുണ്ട്, വീര്യമുണ്ട്. ആ വീര്യം കരവാവഹൈ, സഹവീര്യം കരവാവഹൈ. അതിന്റെ വീര്യം നമ്മൾ അധ്വാനത്തിൽ, പ്രവൃത്തിയിൽ പ്രകടിപ്പിക്കണം. മനസ്സിലായോ? നമ്മുടെ രാജ്യം ഇങ്ങനെ തകർന്നു പോയതിന്റെ കാര്യം അറിയോ? നിങ്ങൾ നോക്കൂ, കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റിയില്ലേ? നളന്ദ, തക്ഷശില സർവകലാശാലകളുണ്ട്. നിങ്ങൾ നോക്കൂ, ലോകത്താദ്യത്തെ അറിവുള്ളവരുടെ നാട് ഇന്ത്യയാണെന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. പാശ്ചാത്യര് പറയാ, വിസ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത്. ഏതാ കിഴക്ക്? നമ്മള്. കാരണം 1,64,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം എന്ന് പറഞ്ഞൊരു കൃതി, അതിലേതാണ്ട് 25,000 മനുഷ്യരുടെ പേരുണ്ട്, കഥാപാത്രങ്ങളുണ്ട്. 25,000 പേര് കണ്ടുപിടിക്കണമെങ്കിൽ വ്യാസൻ എത്ര പണിപ്പെട്ടിട്ടുണ്ടാവും? നിങ്ങൾ ആലോചിക്കൂ. നമ്മുടെ വേദങ്ങളൊന്നും തന്നെ എഴുതി വെച്ചിരുന്നില്ല ആരും. ഇങ്ങനെ ചൊല്ലി പഠിക്കല. ഈ പഠിക്കുമ്പോൾ കുറെ മറന്നുപോയില്ലേ? മറന്നുപോയാൽ അത് നഷ്ടപ്പെട്ടു പോകും. പിന്നെ ചില ആള് കൂട്ടിച്ചേർത്തിട്ട് പറയും, കിട്ടാതിരിക്കുമ്പോ കൂട്ടിച്ചേർത്ത് പറയും, ഞാനൊരു ടൂർ പോവാ, ഞങ്ങളെല്ലാവരും കൂടി ടൂർ പോവുക. അങ്ങനെ ടൂർ പോകുമ്പോ
ബസ്സിന്റെ ഇടത്തു ഭാഗത്തും വലത്തു ഭാഗത്തും ഇരിക്കുന്നവർ തമ്മിൽ പാട്ട് മത്സരം നടത്തി. അന്താക്ഷരി എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ പാട്ടിന്റെ ആദ്യത്തെ വരി ചൊല്ലുക, എന്നിട്ട് അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം മറ്റേ ആൾ ചൊല്ലണം. അങ്ങനെ വന്നു നോക്കുമ്പോൾ എൻ്റെ ബാച്ചിലുള്ളവർക്ക് കുറേ നാന്ന് തുടങ്ങുന്ന അക്ഷരം വന്നു. നാന്ന് തുടങ്ങുന്ന അക്ഷരം വന്നു. 4 തുടങ്ങുന്ന പാട്ട് പാടി 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 ഓർമ്മയിലുള്ളതെല്ലാം തീർന്നു. പിന്നെയും കറങ്ങി തിരിച്ചും നാന്ന് തന്നെ വരുന്നു. ഇനി ഒറ്റ പാട്ട് നമ്മളെ ഓർമ്മയിലില്ല നാന്ന്. ഇപ്പൊ നമ്മൾ തോക്കും, നമ്മളിപ്പൊ തോക്കും. എല്ലാരും ഇങ്ങനെ നമ്മളിതാ ഇപ്പൊ പൊട്ടി സമ്മതിക്കുന്നു പറയുമ്പോ ഞാൻ ഒറ്റ പാട്ട്. നട്ടപ്പാതിരവായി നേരം പനി നീ കുളിരം വിളീൻ. നമ്മൾ ജയിച്ച്. പൊട്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല നട്ടപ്പാതിരാവായി നേരം ഒന്നൊരു പാട്ടില്ല. പാതിരാവായി നേരം ഒന്നേ ഉള്ളൂ. നട്ട ഞാൻ കൂട്ടിയതാ നാ കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇതുപോലെ വേദങ്ങളിൽ പലതും കൂട്ടിച്ചേർത്തു. പലതിന്റെ ശോഷണം വന്നു പോയി. ഈ കൃഷ്ണദ്വൈവായനൻ ദ്വീപിൽ ജനിച്ചവൻ, നല്ലൊരു ചിത്രം അവിടെയുണ്ട് വേദവ്യാസന്റെ. കൃഷ്ണദ്വൈവായനൻ ദ്വീപിൽ ജനിച്ചതുകൊണ്ടാ ദ്വൈവായനൻ എന്ന് പേര്. ഇദ്ദേഹം ഈ വേദങ്ങളെ മുഴുവൻ കേട്ട് പഠിച്ചു കേട്ടോ. പഠിച്ചു മാത്രല്ല, അത് സമ്പാദിച്ച് സംശോധനം നടത്തി എഡിറ്റ് ചെയ്തു. ഒഴിഞ്ഞു പോയതെല്ലാം കൂട്ടിച്ചേർത്ത് വേണ്ടാത്തതെല്ലാം ഒഴിവാക്കി എഡിറ്റ് ചെയ്തു. എന്നിട്ട് 4 പാർട്ടാക്കിയിട്ട് പബ്ലിഷ് ചെയ്തു. ഇർക്ക്, യജുസ്, സാമം, അഥർവം 4 പാർട്ടാക്കിയിട്ട് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ അന്ന് അച്ചടിയില്ല. ഓലയില് ഭൂർജപത്രത്തിൽ എഴുതി വെച്ചു. അന്ന് ഭൂർജപത്ര പൂതണക്കിന്റെ തൊലി പൊളിച്ചിട്ട് അതില ഉണക്കിയിട്ട് എഴുതുക, അതാ ഭൂർജപത്രം. അതിൽ എഴുതി വെച്ചു. ഈ വേദങ്ങളെ വ്യസിച്ചത് കൊണ്ടാണ് ഈ സമ്പാദകൻ, സംശോധകൻ, പ്രസാദകൻ ഈ 3 അർത്ഥത്തില് സംസ്കൃതത്തിൽ പറയാ വ്യസിച്ചവൻ എന്നാണ്. ആ വേദങ്ങളെ വ്യസിച്ചത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് എന്ത് പേര് വന്നത്? വേദവ്യാസൻ. പിടികിട്ടിയോ? എന്തൊരു ബുദ്ധിയാണത്! മഹാഭാരതം, രാമായണം പോലുള്ള 18 പുരാണങ്ങൾ ഉണ്ടായില്ലേ ഭാരതത്തിൽ? എന്തൊരു ബുദ്ധിയാണത്! അതൊക്കെ പോട്ടെ, നമ്മൾ ഇംഗ്ലീഷ് മരുന്നില്ലേ? ഇംഗ്ലീഷ് മരുന്ന് എപ്പോഴാണ്? 100-200 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. മെന്റലിയഫിന്റെ പട്ടികയും രാസപദാർത്ഥങ്ങളും മൂലകങ്ങൾ 134 മൂലകങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി അതിന്റെ പരീക്ഷണശാലകളിൽ പരീക്ഷിച്ചിട്ടാണ് നമ്മുടെ ഇംഗ്ലീഷ് മരുന്ന് ഉണ്ടാക്കിയത്. എന്നാൽ ഈ ഇംഗ്ലീഷ് മരുന്ന് വരുന്നതിന് 1500 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള മരത്തിന്റെയും വള്ളികളുടെയും ചെടികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ട് അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കഫത്തിന് പറ്റുമോ എന്ന് കണ്ടെത്തിയിട്ട് ആയിരക്കണക്കിന് കഷായവും അരിഷ്ടവും ലേഖ്യവും വടകവും ഗുളികയും തൈലവും ഉണ്ടാക്കി ആയുർവേദ ഗ്രന്ഥങ്ങൾ എഴുതിയ ചരകനും സുശ്രുതനും സഞ്ജീവിനി മഹർഷിയും അത്ഭുതങ്ങളല്ലേ? ചെറിയ ബുദ്ധിയാണോ അത്? ഏത് കാലത്താ? സ്കാനിങ് മെഷീൻ ഇല്ല, എക്സ്റേ മെഷീൻ ഇല്ല, ടെസ്റ്റ് ട്യൂബ് ഇല്ല, മൈക്രോസ്കോപ്പ് ഇല്ല, ഒന്നും ഇല്ലാത്ത കാലത്താ ഈ മരുന്ന് മുഴുവൻ. ഇപ്പോഴും നമ്മൾ ആ മരുന്ന് ഉപയോഗിക്കുന്നില്ലേ? ഇപ്പോഴും ചികിത്സ നടത്തുന്നില്ലേ? അലോപ്പതി പരാജയപ്പെട്ടെടുത്ത് പോകുന്നില്ലേ? ആയുർവേദത്തിൽ പോകുന്നില്ലേ? അപ്പൊ അതൊരു ചെറിയ ബുദ്ധിയാണോ? അല്ല. ഇനിയും പോട്ടെ, വേറൊരു കാര്യം പറയാം. ഈ സ്കാനിങ് മിഷ്യൻ വന്നതിന് ശേഷം ഒരു ഗർഭസ്ഥ ശിശുവിന്റെ കുട്ടിക്ക് എപ്പോഴാ ആണ് പെണ്ണ് വേർതിരിയുക, എപ്പോഴാ കയ്യും കാലും വളരുക, എപ്പോഴാ കണ്ണും മൂക്കും കാതും വളരുക, എപ്പോഴാണ് രോമം ഉണ്ടാകുക, എപ്പോഴാ നഖം ഉണ്ടാകുക എന്ന് ഇപ്പൊ കൃത്യമായിട്ട് അറിയാലോ അല്ലേ? സ്കാനിങ്ങിലൂടെ കണ്ടെത്താം. എന്നാൽ ഈ സ്കാനിങ് മിഷ്യൻ ഉണ്ടാകുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണല്ലോ രാമായണം. രാമായണത്തിൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് സമ്പാദിവാക്യം എന്ന് പറഞ്ഞൊരു ഒരു അധ്യായമുണ്ട്. ആ സമ്പാദിവാക്യം എടുത്ത് വായിച്ചു നോക്ക്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു കുട്ടിക്ക് എപ്പാ കയ്യും കാലും വളരുക, എപ്പോഴാ കണ്ണും മൂക്കും നാക്കും വളരുക എന്ന്, എപ്പോഴാ മുടിയും നഖവും വളരുക എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതെന്തൊരു ബുദ്ധിയാ! ഇത്രയും ബുദ്ധി ഉണ്ടായിട്ടും എന്നെ ശ്രദ്ധിച്ചോ, ഇത്രയും ബുദ്ധി ഉണ്ടായിട്ടും ഈ അമ്പലപ്പറമ്പിലുണ്ട ഏതെങ്കിലും ഒരു ഉപകരണം ഇന്ത്യയെ കണ്ടുപിടിച്ചുള്ളൂ? പറഞ്ഞട്ടെ. ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? എൻ്റെ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഈ വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഈ കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ക്യാമറ കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? കാറും ലോറിയും ഓട്ടോറിക്ഷയും കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? നിങ്ങളുടെ വീടുണ്ടാക്കിയ സിമെന്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? റോഡുണ്ടാക്കിയ താറ് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? എന്തേ? ഗൗരവതരമായി ചർച്ച ചെയ്യണം.
ഇത്രയും ബുദ്ധിമാന്മാരും മഹാന്മാരുമുള്ള ഈ രാജ്യത്ത് നമ്മൾ ഉപയോഗിക്കുന്നതൊന്നും തന്നെ നമ്മൾ കണ്ടുപിടിച്ചതല്ല, വിദേശികൾ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. എവിടെയാ നമുക്ക് പറ്റിയ അബദ്ധം? അറിയണം. അവിടെയാണ് സഹവീര്യം കരവാവഹി. പഠിച്ച കാര്യം അത് വീര്യം കരവാവഹി പ്രവൃത്തിപഥത്തിലെത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ, പണ്ട് വലിയ ജ്ഞാനികളായ മനുഷ്യരുണ്ടായിരുന്നു, അവരൊരു പണിയെടുത്തില്ല. എന്നാ പണിയെടുക്കുന്നവർക്കോ അറിവും കൊടുത്തില്ല. നമ്മുടെ രാജ്യത്തിന് പറ്റിയ അബദ്ധ. നമ്മുടെ ധീവരന്മാരായിരിക്കുന്ന സമുദായത്തിൽപ്പെട്ടവരെല്ലാം പണ്ട് മീന് പിടിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. എന്നിട്ടും അവർ ജീവിച്ചിരുന്നത് വളരെ വളരെ ഈ ലോകത്തുള്ള ആളുകൾക്കെല്ലാം ഭക്ഷണം കൊടുത്ത ധീവരുടെ ജീവിതം വളരെ കഷ്ടമായിരുന്നില്ലേ? കടൽക്കരയിൽ ജീവിക്കുന്നവരുടെ എപ്പോഴാതി വികസിച്ച് അവരുടെ മക്കള് വിദ്യാഭ്യാസം നേടിയപ്പോഴല്ലേ? പണിയെടുക്കുന്നവൻ അറിവ് കൊടുത്തപ്പോഴാ നമ്മുടെ നാട് മാറിയേ. അറിവുള്ളവൻ പണിയെടുക്കണം, പണിയെടുക്കുന്നവന് അറിവുണ്ടാവണം. ഇതിനെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് രാജ്യം വികസിക്കുക. അതാണ് സഹവീര്യം കരവാവഹി. പിടികിട്ടിയോ? അങ്ങനെ ഉണ്ടാകുമ്പോ, അധ്വാനവും അറിവും കൂടിച്ചേരുമ്പോ മനസ്സിൽ തേജസ്വിനാവധീതമസ്തു, ഒരു പ്രകാശം ഉണ്ടാവും മനസ്സിൽ. ആ പ്രകാശമാണ് അധ്യയനം. അധ്യയനം മുടങ്ങി എന്ന് പറഞ്ഞു കേട്ടില്ലേ? എന്താ ഈ അധ്യയനം അറിയാവോ? അയനമാണ്. എന്ന് പറഞ്ഞാൽ പ്ലസ്. എന്ന് പറഞ്ഞാൽ 2024 അതിവർഷമായിരുന്നു. എന്തുകൊണ്ടാ? 2024 ഫെബ്രുവരി മാസം 28 ദിവസം ഉണ്ടായിരുന്നു, 29 ദിവസം ഉണ്ടായിരുന്നു, ഒരു ദിവസം കൂടുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 365 പകരം 366 ദിവസം, ഒരു ദിവസം അധികമുള്ളത് കൊണ്ട് അതിവർഷം. എന്ന് പറഞ്ഞാൽ കൂടുതൽ, പ്ലസ്. അയനം എന്ന് പറഞ്ഞാൽ യാത്ര. രാമന്റെ അയനമല്ലേ രാമായണം? അയനം യാത്ര. അയനമോ കൂടുതൽ യാത്ര ചെയ്യണം മനസ്സുകൊണ്ട്. പാഠപുസ്തകത്തിലുള്ള പഠിച്ചാ മതിയോ? പോരാ. മാഷന്മാർ പറഞ്ഞു പഠിച്ചാ മതിയോ? പോരാ. അതിന്റെ അപ്പുറത്തേക്ക് ചോദ്യങ്ങൾ ഉണ്ടാവണം, അയനം ഉണ്ടാവണം. ഈ അയനമുണ്ടായപ്പോഴാണ് മനുഷ്യൻ വളർന്നത്. അതാണ് അങ്ങനെ തേജസ്വിനാവധീതമസ്തു, ഒരു പ്രകാശം ഉണ്ടാവും. ഈ പ്രകാശം ഉള്ളിലായ പിന്നെ മാ വിദ്യുഷാവഹി, ഒരാളോടും വിദ്വേഷം ഉണ്ടാവില്ല. ഇതാണ് യഥാർത്ഥ ഭക്തിയുടെ അടിത്തറ. മനസ്സിലായോ? എന്ത്?